എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ 300ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. ഡാഷ് കെയർ ഈസ് ഓൾസോ കോൾഡ് പേരൻ്റൽ കെയർ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കിത് ആൻറ്റിനാറ്റൽ കെയർ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ആൻറ്റിനാറ്റൽ കെയർ എന്നുള്ളത് എന്താണ്? പേരൻ്റൽ കെയർ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ സംരക്ഷണമെന്നും രക്ഷകർത്താക്കളെ സംരക്ഷിക്കുന്നതുമായിട്ടും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി 301ാമത്തെ ചോദ്യം. ആൻറ്റിനാറ്റൽ കെയർ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ബോത്ത് ദ മദർ ആൻഡ് ദ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ ഗർഭകാല പരിചരണം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ആൻറ്റിനാറ്റൽ കെയർ എന്ന് ചോദിച്ചാൽ ആൻറ്റിനാറ്റൽ കെയർ ഹെൽപ്പ് ടു പ്രൊട്ടക്ട്, അതായത് ഗർഭകാല പരിചരണം പ്രൊട്ടക്ട് സംരക്ഷിക്കുന്നു ദ ഹെൽത്ത് ഓഫ് ബോത്ത് എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ആരോഗ്യം, ദ മദർ ആൻഡ് ദ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം എപ്പോൾ ഗർഭത്തിലായിരിക്കുമ്പോഴുള്ളതിനെ സംരക്ഷിക്കപ്പെടുന്നു. ഇനി 302ാമത്തെ ചോദ്യം. ആൻറ്റിനാറ്റൽ കെയർ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി. ഇവിടെ എന്താണ് ആൻറ്റിനാറ്റൽ കെയർ കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? ആൻറ്റിനാറ്റൽ കെയർ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്, അതായത് റിസ്ക് എന്ന് വെച്ചാൽ അപകടം, എന്തിനുള്ളത്? കോംപ്ലിക്കേഷൻസിനുള്ള അപകടങ്ങൾ കുറയ്ക്കാം. ആൻഡ് ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ്, അതുപോലെ തന്നെ എന്തിനുള്ള ചാൻസ് ഓഫ് ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് ഡെലിവറി നമുക്ക് ചെയ്യുവാനായിട്ട്, ഡെലിവറിക്ക് വേണ്ടിയിട്ടും ഗർഭധാരണത്തിനും ഗർഭകാലയളവിനും ആൻറ്റിനാറ്റൽ കെയർ നന്നായിട്ട് സഹായിക്കും. അതായത് ആൻറ്റിനാറ്റൽ കെയർ കൊടുക്കുന്നത് കൊണ്ട് എന്ത് പറ്റും? ഗർഭകാലം നല്ല രീതിയിലായിരിക്കുകയും പ്രസവം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 303. പ്രിവെൻറ്റീവ് കെയർ ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് അൺബോൺ ചൈൽഡ്. അതായത് പ്രിവെൻറ്റീവ് കെയർ, അതായത് രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള ആ സംരക്ഷണം കൊണ്ടുള്ള ഗുണം എന്താണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രിവെൻറ്റീവ് കെയർ? ഓക്കെ, പ്രിവെൻറ്റീവ് കെയർ ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് അൺബോൺ ചൈൽഡ്, അതായത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ബിഫോർ കൺസെപ്ഷൻ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. വാട്ട് ഈസ് ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്? വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്? അതായത് സമീകൃത ആഹാരം കഴിക്കുകയും അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ നമുക്ക് പറയാം ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് സമീകൃത ആഹാരം നൽകുകയും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നത് ക്യാൻ ഇംപ്രൂവ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വുമൺ, അതായത് അതെന്ത് ചെയ്യും? ഇംപ്രൂവ്, അതായത് പുരോഗമിപ്പിക്കും. ഇൻ ന്യൂട്രീഷൻ, അതായത് ശരീരത്തിലുണ്ടാകുന്ന ന്യൂട്രീഷ്യൻ്റെ അല്ലെങ്കിൽ പോഷകഘടകങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണവും. ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വുമൺ, അതുപോലെ തന്നെ ആരോഗ്യവും, ആരുടെ? സ്ത്രീകളുടെ ആരോഗ്യവും. ബിഫോർ കൺസെപ്ഷൻ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ബിഫോർ കൺസെപ്ഷൻ, അതായത് പ്രഗ്നൻസി, ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുൻപും അത് കഴിഞ്ഞ് ഗർഭിണിയായി തീർന്നതിന് ശേഷവും, അതായത് നല്ല രീതിയിലുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവൾ ഗർഭിണിയാകുന്നതിന് മുൻപും ഗർഭിണിയായതിനു ശേഷവും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഡെലിവറി അറ്റ് ഹോം ഈസ് നോട്ട് ഗുഡ് ബിക്കോസ് ഹൈ റിസ്ക് ഓഫ് ഇൻഫാൻറ്റ് ഡെത്ത് ആൻഡ് നെർവ് സിസ്റ്റം ഡിസോർഡേഴ്സ് ക്യാൻ ഒക്കൂർ. ഓക്കെ, ഇനി ഡെലിവറി അറ്റ് ഹോം, വീട്ടിൽ പ്രസവം നടക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെലിവറി അറ്റ് ഹോം, അതായത് പ്രസവം വീട്ടിൽ നടക്കുന്നത് ഈസ് നോട്ട് ഗുഡ്, അത് നല്ലതല്ല. കാരണം ബിക്കോസ് ഹയർ റിസ്ക് ഓഫ് ഇൻഫാൻറ്റ് ഡെത്ത്, അതായത് കൂടുതലായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ട്. ആ നെർവ് സിസ്റ്റം, അതായത് ഡിസോർഡേഴ്സ്, അതായത് ഈ ഞരമ്പുകൾക്കൊക്കെ ഡിസോർഡർ, ശരിയല്ലാത്ത രീതിയിൽ ഉള്ള ഞരമ്പ് സിസ്റ്റവും സംഭവിക്കുവാനായിട്ട് സാധ്യത ഉണ്ട്. ഇനി 306ാമത്തെ ചോദ്യം. വാക്സിൻസ് ആർ എ സേഫ് ആൻഡ് ബെസ്റ്റ് വേ ടു പ്രൊട്ടക്ട് ന്യൂ ബോൺസ് ഫ്രം സീരിയസ് ഡിസീസസ്. ഓക്കെ, വാക്സിനുകളുടെ ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാക്സിൻസ് ആർ സേഫ്, വാക്സിൻ സുരക്ഷിതത്വം നൽകുന്നു. ദ ബെസ്റ്റ് വേ, എന്തിൽ നിന്നും? ഏറ്റവും നല്ല സുരക്ഷിതത്വം ലഭിക്കുവാനുള്ള മാർഗമാണ്. ടു പ്രൊട്ടക്ട് ന്യൂ ബോൺസ്, അതായത് പുതിയ നവജാത ശിശുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് ഫ്രം സീരിയസ് ഡിസീസസ്, അതായത് അപകടകരമായ രോഗങ്ങളിൽ നിന്നും നവജാത ശിശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാക്സിനുകൾ വളരെയധികം ഗുണം ചെയ്യുന്നു. ഇനി 307ാമത്തെ ചോദ്യം. അഡ്വാൻറ്റേജസ് ഓഫ് വാക്സിൻ, എന്തെല്ലാമാണ് വാക്സിനുകളുടെ അഡ്വാൻറ്റേജ്? പ്രിവെൻറ്റ് ഡിസീസസ്, അതായത് രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് നോക്കുന്നു. ബിൽഡ് ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. റെഡ്യൂസ് ആൻറ്റിബയോട്ടിക് യൂസ് ഇൻ ഫ്യൂച്ചർ, അതായത് ആൻറ്റിബയോട്ടിക്സുകൾ ഈ ഭാവിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം വളരെയധികം
കുറയ്ക്കുന്നു. പ്രിവെൻറ്റ് ഇൻഫൻറ്റ് ഡെത്ത്, അതായത് ശിശു മരണനിരക്കും വളരെയധികം കുറയ്ക്കുന്നു. അതായത് നവജാത ശിശുക്കളുടെ മരണനിരക്കും വളരെയധികം കുറയ്ക്കുന്നു. അപ്പം വാക്സിൻസ് ആർ ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിച്ചാൽ വാക്സിൻസ് ആർ ഗുഡ്. അതിൻ്റെ കാരണങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി പേജ് നമ്പർ 131 നമ്മളൊന്ന് നോക്കുക. ഓക്കെ, പ്രഗ്നൻസി ബിറ്റ്വീൻ 10 to 19 years ഈസ് കോമൺലി കോൾഡ് ടീനേജ് പ്രഗ്നൻസി. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ടീനേജ് പ്രഗ്നൻസി. അതായത് പ്രഗ്നൻസി ബിറ്റ്വീൻ 10 to 19 years, അതായത് ഗർഭധാരണം ബിറ്റ്വീൻ ഇടയിൽ, എപ്പോഴൊക്കെ 10 മുതൽ 19 വയസ്സിനിടയിൽ, ഈസ് കോമൺലി കോൾഡ് സാധാരണയായി വിളിക്കുന്നു എന്ത്, ടീനേജ് പ്രഗ്നൻസി എന്ന്. അതായത് ടീനേജ് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത് ഏത് പ്രഗ്നൻസിയെയാണ്? പ്രഗ്നൻസിയെ എന്താണ് പറയുന്നത്? പ്രഗ്നൻസി എന്തിന് 10നും 19 വയസ്സിന് ഇടയ്ക്കുള്ള പ്രഗ്നൻസിയെ ടീനേജ് പ്രഗ്നൻസി അഥവാ കൗമാര ഗർഭധാരണം എന്ന് വിളിക്കുന്നു. ഇനി 309 ചോദ്യം, സെക്സ്വൽ അസൾട്ട് ഈസ് ആൻ ആക്ട് ദാറ്റ് വയലേറ്റ് എ പേഴ്സൺസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്സ്വൽ അസൾട്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സെക്സ്വൽ അസൾട്ടിൻ്റെ കാര്യം എന്താണ് എന്നല്ലെങ്കിൽ വാട്ട് ഈസ് സെക്സ്വൽ അസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക സെക്സ്വൽ അസൾട്ട് ഈസ് ആൻ ആക്ട്. അതായത് സെക്സ്വൽ അസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം, അസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രമം എന്നുള്ളതാണ്. ഓക്കെ, ലൈംഗിക അതിക്രമം ഈസ് ആൻ ആക്ട്, അതൊരു പ്രവൃത്തിയാണ്. ദാറ്റ് വയലേറ്റ്സ്, അത് ഖണ്ഡിക്കുന്നു എ പേഴ്സൺസ്, ഒരു വ്യക്തിയുടെ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി, അവകാശങ്ങളെയും ഡിഗ്നിറ്റിയെയും മഹത്വത്തെയും നശിപ്പിച്ച് കളയുന്നതാണ്. ഓക്കെ, ഇനി 310 ചോദ്യം, ദ സെക്സ്വൽ assault against those who are below 18 years come under പോസ്കോ ആക്ട് ഇൻ ഇന്ത്യ. അതായത് വിച്ച് ആക്ട് ദ സെക്സ്വൽ അസൾട്ട് ഏജ് ബിലോ 18 കംസ്. അതായത് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന സെക്സ്വൽ അസൾട്ട് ഏത് ആക്ടിലാണ് വരുന്നത്? പോസ്കോ ആക്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ടിൻ്റെ അടിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 132 തന്നെ, ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് മദർ ആൻഡ് ചൈൽഡ്. അതായത് തുടർച്ചയായിട്ടുള്ള ഗർഭധാരണത്തിൻ്റെ കോൺസിക്വൻസ് എന്താണ്? വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി? അതായത് തുടർച്ചയായിട്ടുള്ള ഗർഭധാരണത്തിൻ്റെ കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണിത ഫലം എന്താണ് എന്നാണ് ചോദ്യമായിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുള്ള ജസ്റ്റ് ആൻസർ ആയിട്ട് പറയുന്നേ ഉള്ളൂ. മേ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ, അത് എന്ത് ചെയ്യുന്നു? അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഹാനികരമായി തീരുന്നു. ഓക്കെ, ഇനി 312, മിസ്കാരേജ് ഈസ് എ പ്രഗ്നൻസി ലൂസ് ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ബിഫോർ 20 വീക്സ്. അതായത് എന്താകുന്നു മിസ്കാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭ അലസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പോയി എന്ന് പറയാറുണ്ട് നമ്മൾ, ഇല്ലയോ? അപ്പോൾ എന്താണ് മിസ് ക്യാരേജ്? അതായത് ഗർഭം അലസിപ്പോവുക എന്ന് വെച്ചാൽ എന്താണ്? ഈസ് എ പ്രഗ്നൻസി ലൂസ്, അതായത് ഒരു ഗർഭധാരണം നഷ്ടപ്പെടുകയാണ്. ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ബിഫോർ 20 വീക്സ്, അതായത് പ്രകൃതിദത്തമായിട്ട് തന്നെ 20 ആഴ്ചയ്ക്ക് മുൻപ് ഒരു ഗർഭം അലസിപ്പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ് ക്യാരേജ്. ഓക്കെ, അപ്പോൾ മിസ് ക്യാരേജ് എന്താണെന്ന്, വാട്ട് ഈസ് മിസ് ക്യാരേജ്, എന്താണെന്ന് മിസ് ക്യാരേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നു. ഓക്കെ, ഇനി 313 ചോദ്യമാണ്, പെർടേം ലേബർ ഓർ പ്രീമച്വർ ബർത്ത് ഓഫ് ദ ചൈൽഡ് ഈസ് കോമൺ ഇൻ ഫ്രീക്വൻറ്റ് ഡെലിവറി. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ഡെലിവറിയിൽ, അതായത് തുടർച്ചയായിട്ടുള്ള അടുത്തടുത്തുള്ള പ്രസവത്തിൻ്റെ പരിണിതഫലം എന്താണ്? പ്രീടേം ലേബർ അല്ലെങ്കിൽ പ്രീമച്വർ ബർത്ത്, അതായത് കുഞ്ഞ് പ്രായപൂർത്തിയാകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായ വളർച്ച എത്തുന്നതിന് മുൻപുള്ള പ്രസവം. ഈ എന്താണ് തുടർച്ചയായിട്ടുള്ള ഈ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ഡെലിവറിയിൽ തുടർച്ചയായിട്ടുള്ള പ്രസവത്തിൽ ഒരു സാധാരണമായിട്ടുള്ള സംഭവമാണ്. ഇനി 314 ചോദ്യം, പ്രീക്ലാംപിസിസ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ഹാസ് മോർ ചാൻസ് ഇഫ് ദർ ഈസ് എ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് തുടർച്ചയായിട്ടുള്ള ഗർഭധാരണം ഉണ്ടെങ്കിൽ എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അമ്മയ്ക്ക് വരുവാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, 315 ചോദ്യം, ചാൻസ് ഫോർ ജസ്റ്റേഷണൽ ഡയബറ്റിക് ഈസ് മോർ ഇൻ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗർഭകാല ഷുഗർ അസുഖമാണ്. ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഷുഗറിൻ്റെ അസുഖത്തിനെയാണ് എന്ത് പറയുന്നത്? ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഈസ് മോർ ഫ്രീക്വൻറ്റ്, അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എവിടെയാണ്? ഈ പറയുന്നത് പോലെ ഫ്രീക്വൻറ്റ് തുടർച്ചയായിട്ട് ഗർഭിണികളാകുന്ന സമയത്താണ്. ഇനി 316 ചോദ്യം, ജസ്റ്റേഷണൽ ഡയബറ്റിക് കണ്ടീഷൻ ദാറ്റ് ഡെവലപ്പ് ഡ്യൂറിങ്
പ്രഗ്നൻസി ഇൻ വുമൺ ഹു ഡോണ്ട് ഹാവ് ഡയബറ്റിക്സ് ബിഫോർ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ്, എന്താണ് ജസ്റ്റേഷണൽ ഡയബറ്റിക്. ഓക്കെ, ജസ്റ്റേഷണൽ ഡയബറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഉണ്ടാകുന്നു ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഇൻ വുമൺ, അതായത് ഗർഭധാരണ കാലത്ത് ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്നു. ഹു ഡോണ്ട് ഹാവ് ഡയബറ്റിക്സ് ബിഫോർ, അതിനു മുൻപ് ആ സ്ത്രീക്ക് ആ ഒരു ഡയബറ്റിക്സ് എന്ന രോഗം ഇല്ലാതിരിക്കുകയും ഗർഭകാലത്ത് മാത്രം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു, ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നു. ഇനി 317ാമത്തെ ചോദ്യം, ഫ്രീക്വൻറ്റ് ഡെലിവറി ക്യാൻ ലീഡ് ടു ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ടു മദർ. അതായത് തുടർച്ചയായിട്ടുള്ള ഈ ഗർഭധാരണം അമ്മയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് എന്താണ്, സ്ത്രീകൾക്ക് ഒത്തിരിയായിട്ടുള്ള എന്ത് പറയുവാനായിട്ട് സാധിക്കുന്നു, ഫ്രീക്വൻറ്റ് ഡെലിവറി എന്താ, ഡിപ്രഷൻ, അതായത് വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും, ഓക്കെ, ഡിപ്രഷൻ അതായത് വിഷാദവും ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠയിലേക്കും അമ്മയെ നയിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി 318ാമത്തെ പേജ്, ഇഫ് ദ മദേഴ്സ് ഡോണ്ട് ഹാവ് എ ഗുഡ് ഹെൽത്ത് ഇറ്റ് വിൽ ലീഡ് ടു ദ ബർത്ത് ഓഫ് അൺഹെൽത്തി ചൈൽഡ്. അമ്മയ്ക്ക് നല്ല ആരോഗ്യമില്ലെങ്കിൽ അത് എന്തിലേക്ക് കൊണ്ടു ചെല്ലും, അൺഹെൽത്തി ആയിട്ടുള്ള അതായത് ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം.